അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞവസാനിപ്പിച്ചത് മുദാരിയായ ഫിഅലിനെ വേർതിരിച്ചറിയാനുള്ള അടയാളം, അതിനു മുമ്പിൽ ലം കടന്നു വരിക, ചേർന്ന് വരിക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. ആ വിഷയം നമ്മൾ മനസ്സിലാക്കി. ഇനി മാദിയായ ഫിഅലുകൾ, അംറ് ഫിഅൽ, ഇവ എങ്ങനെ തിരിച്ചറിയാം, അതിനുള്ള അടയാളം എന്ത് എന്ന് ഗ്രന്ഥകാരൻ പറയുന്നതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഇബ്നു മാലിക് റഹിമഹുല്ലാ പറയുന്നു, വമാദിയൽ അഫ്ആലി ബിത്താ മിസ്വസിം ബിന്നൂനി ഫിഅലൽ അംരി ഇൻ അംറു ഫുഹിം. വമാദിയൽ അഫ്ആൽ, ഫിഅലുകളിൽ നിന്ന് മാദിയായവയെ ബിത്ത, താ കൊണ്ട്, മിസ്, നീ വേർതിരിച്ചോ. വസിം ബിന്നൂൻ, നൂന് കൊണ്ട് നീ അടയാളം വെച്ചോ. ആർക്ക്? ഫിഅലൽ അംർ, അംർ ഫിഅലിന്. ഇൻ അംറും ഫുഹിം, അംർ ആ ഫിഅലിൽ നിന്ന് മനസ്സിലാക്കപ്പെടും എങ്കിൽ. അംറിൻ്റെ വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ വിശദീകരിക്കാം. ആദ്യം നമുക്ക് മാദിയായ ഫിഅൽ, അതിൻ്റെ അടയാളത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ വമാദിയൽ അഫ്ആലി ബിത്താ മിസ് എന്നതിൽ കവിതയ്ക്ക് വേണ്ടി മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്രമം വമിസ്, നീ വേർതിരിച്ചോ, ബിത്ത, താ കൊണ്ട്, മാദിയൽ അഫ്ആൽ, ഫിഅലുകളിൽ നിന്ന് മാദിയായവയെ. അപ്പോൾ ഫിഅലുകളിൽ നിന്ന് മാദിയായ ഫിഅലിനെ, ഭൂതകാലക്രിയയെ താ കൊണ്ട് മിസ്, നീ വേർതിരിച്ചോ എന്നാണ്. ഏതാണ് ഈ താ? എങ്ങനെയാണ് താ കൊണ്ട് വേർതിരിക്കൽ? ബിത്ത എന്ന് പറഞ്ഞാൽ ഈ താ ഇവിടെ അത്ത എന്നാണ്. ഇവിടെ ഒരു അലിഫ്ലാമുണ്ട്. ആ അലിഫ്ലാം അറിയിക്കുന്നത് ഇതൊരു പ്രത്യേക തായാണ്. ആ താ ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അലിഫ്ലാമിന് വ്യാകരണത്തിൽ അഹദിൻ്റെ അൽ എന്ന് പറയും. അത് അൽ അഹദു ദിക്രി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ താ മുമ്പ് പറയപ്പെട്ടിട്ടുണ്ട്. ആ താ കൊണ്ട് ഫിഅൽ മാദിയെ നീ വേർതിരിച്ചോ എന്നാണ്. അപ്പോൾ മുമ്പ് പറയപ്പെട്ട താ ഏതാണെന്നറിയോ? നമ്മൾ ഇവിടെ കവിതയിൽ മുമ്പ് ക്ലാസ്സിൽ ബിത ഫഅൽത വ അതത്, ബിത ഫഅൽത വ അതത്, ഫഅൽത എന്നതിലെ ത, അതേപോലെ അതത് എന്നതിലെ ത. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫിഅൽ തിരിച്ചറിയാനുള്ള അടയാളം, ഫിഅലുകൾ മൊത്തത്തിൽ തിരിച്ചറിയാനുള്ള അടയാളം പറഞ്ഞപ്പോൾ ഫഅൽത എന്നതിലെ തായും അതത് എന്നതിലെ തായും, അതുകൊണ്ട് ഫിഅലു യൻജലി, ഫിഅൽ വെളിപ്പെടുമെന്ന് പറഞ്ഞില്ലേ, അവിടെ പറയപ്പെട്ട ആ തായാണ് ഇവിടെ പറയപ്പെട്ട ഈ താ. ബിത്ത ഫഅൽത, ഫഅൽത എന്നതിലെ തായും അതത് എന്നതിലെ തായും, ഈ രണ്ട് താ കൊണ്ടും മാദിയായ ഫിഅലിനെ മിസ്, നീ വേർതിരിച്ചോ എന്നാണ്. അന്ന് നമ്മൾ പറഞ്ഞു ത ഫഅൽത എന്നതിലെ ത, അതാണ് താഉൽ ഫാഇലത്ത്, ഫാഇലത്തിൻ്റെ ത എന്ന് പറഞ്ഞാൽ എന്താ? ഫാഇലത്തിൻ്റെ ത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫഅൽത എന്ന് പറഞ്ഞാൽ നീ പ്രവർത്തിച്ചു എന്നാണ്. പ്രവർത്തിച്ചു എന്നത് ഫിഅലാണ്. അതിൻ്റെ ഫാഇൽ, കർമ്മമാണ് ആര്? ഫായിലാണ് ആര്? ത, നീ. ഫഅൽത, ഫഅൽതു, ഫഅൽതി, ഞാൻ പ്രവർത്തിച്ചു, നീ പ്രവർത്തിച്ചു, നീ ഒരു പെണ്ണ് പ്രവർത്തിച്ചു. അവിടൊക്കെ ഫായിലായി വർത്തിക്കുന്നത്, കർത്താവായി വർത്തിക്കുന്നത് ഈ തായാണ്. അതുകൊണ്ടാണ് അതിന് താ ഉൽ ഫാഇല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാഇലത്തിൻ്റെ താ ഏതൊരു ഫിഅലിൽ ചേർന്ന് വന്ന ആ ഫിഅൽ മാദിയായിരിക്കും. മാദീനെ തിരിച്ചറിയാനാണ്. ഫാഇലത്തിൻ്റെ താ, ഇപ്പം ഞാൻ പ്രവർത്തിച്ചു, നീ പ്രവർത്തിച്ചു, നീ ഒരു പെണ്ണ് പ്രവർത്തിച്ചു എന്നതിൽ മാത്രം പരിമിതമല്ലാതെ, മനസ്സിലല്ലേ? ഇപ്പോൾ ഫാഇലത്തിൻ്റെ താ നമ്മൾ ഇപ്പോൾ എഴുതിയാൽ, അതിൻ്റെ സിഗകൾ എഴുതിയാൽ ഫഅൽത, ഫഅൽതുമ,
ഫഅൽതും, ഫഅൽതി, ഫഅൽതുമ, ഫഅൽതുന്ന, പിന്നെ ഫഅൽതു. ഉണ്ടാ ഇവിടൊക്കെ ഈ തായൊക്കെ എന്താണ്? ഫാഇലത്തിൻ്റെ തായാണ്. ഫാഇലത്തിൻ്റെ തായാണ്. ഫഅൽത നീ ഒരു ആണ് പ്രവർത്തിച്ചു. ഫഅൽതുമ നിങ്ങൾ രണ്ടാണുങ്ങൾ പ്രവർത്തിച്ചു. ഫഅൽതും നിങ്ങൾ കുറേ ആണുങ്ങൾ പ്രവർത്തിച്ചു. ഫഅൽതി നീ ഒരു പെണ്ണ് പ്രവർത്തിച്ചു. ഫഅൽതുമ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ പ്രവർത്തിച്ചു. ഫഅൽതുൻ നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ പ്രവർത്തിച്ചു. ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു. ഇവിടെ നോക്കി, ഈ താകളൊക്കെ എന്താണ്? ഫാഇലത്തിൻ്റെ തായാണ്. ഫാഇലത്തിൻ്റെ തായാണ്. ഇവിടെ ഉണ്ടോ? ഇതൊക്കെ ഫാഇലത്തിൻ്റെ തായാണ്. ഇവിടെയൊക്കെ നമ്മൾ ഇഅ്റാബ് പറയുമ്പോൾ ഫഅൽതുന്ന, ഇഅ്റാബ് പറയുമ്പോൾ ഫഅൽതുന്ന ഫിഅ്ലു മാദി മബ്നിയുൻ അല സുകൂൻ, താഉൽ ഫാഇല ഫി മഹല്ലി റഫ്, ന അലാമത്ത് തഅനീസ് എന്ന് പറയാം. ഇതാണിത്. പിന്നെ അലാമത്തുൽ ജം എന്നാണ് ഇതിന് പറയാം, നൂനിന് പറയാം. അപ്പോൾ ഇവിടെ ഒക്കെ അതേപോലെ തന്നെ ഫഅൽതുമ, ഇവിടെ ഫഅൽത, ഫഅൽതുമ, ഇവിടെ ഇതേപോലെ തന്നെ ത ഫായിലത്തിൻ്റേതാണ്. മീമ് ജമ്മിനെ അറിയിക്കാനാണ്. അലിഫ് തസ്നിയത്തിൻ്റേതാണ്. രണ്ടാളുകളോടുള്ള കൽപ്പനയാണെന്നുള്ളത് അറിയിക്കാനാണ് ഈ അലിഫ്. ഏതായാലും ഫഅൽത, ഫഅൽതുമ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമ, ഫഅൽതുന്ന, ഫഅൽതു എന്നതിലൊക്കെ വന്ന അത് താഉൽ ഫായിലത്താണ്. താഉൽ ഫായിലത്താണ്. അതിൽ മുത്തക്കല്ലിമിൻ്റെ താണ്ട് മുഖാത്തബ് ആയ ആളുകളോടുള്ള, പുരുഷന്മാരോടുള്ള അഭിസംബോധനയായ താണ്ട്, പിന്നെ മുഖാത്തബത്ത് പെണ്ണിനോടുള്ള അഭിസംബോധനയായിട്ടുള്ള താണ്ട്, അത് ഏകവചനത്തിൽ, ദ്വിവചനത്തിൽ, ബഹുവചനത്തിലൊക്കെ വന്ന രൂപങ്ങളുണ്ട്. എല്ലാ ഫായിലത്തിൻ്റെ താ കൊണ്ടും ഫിഅ്ല് മാദിയായ ഫിഅ്ലിനെ മിസ് നീ വേർതിരിച്ചോ എന്ന് പറഞ്ഞാൽ ഈ താ എവിടെ വരുള്ളൂ? മാദിയായ ഫിഅ്ലിലേ വരുള്ളൂ. അംറ് ഫിഅ്ലിൽ വരില്ല, മുദാരിയായ ഫിഅ്ലിലും വരില്ല. അതേപോലെ തന്നെ അതത് എന്നതിലെ തായും എവിടെ വരുള്ളൂ? അത് മാദിയായ ഫിഅ്ലിലേ വരും. ഫഅലത്, ഫഅലത് ഉണ്ടോ? ഫഅലത്, ഫഅല ഫിഅ്ലു മാദിയാണ്. താഉ തഅനീസ് അസ്സാക്കിന, സുക്കൂന് നൽകപ്പെട്ട സ്ത്രീലിംഗത്തെ അറിയിക്കാനുള്ള താ ആണ് ഈ താ. ഈ തായും എവിടെ വരുള്ളൂ? മാദിയായ ഫിഅ്ലിലേ വരും. അപ്പോൾ താ ഫഅൽത എന്നതിലെ താ കൊണ്ടും അതത് എന്നതിലെ താഉ തഅനീസ് അസ്സാക്കിന കൊണ്ടും നീ വമാദിയൽ അഫ്ആൽ ഫിഅ്ലുകളിൽ നിന്നുള്ള മാദിയെ നീ മിസ് വേർതിരിച്ചോ. ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്നു, വസിം, വസമ യസിമു സിം ആണ്. വസമ എന്ന് പറഞ്ഞാൽ അടയാളം വെച്ചു എന്നർത്ഥം. ഇവിടെ വസമ യസിമു സിം എന്നുള്ളത് നീ അടയാളം വെക്ക്, അലാമത്തൻ നീ അടയാളം വെക്കുക എന്ന അർത്ഥത്തിലാണ്. വാവ് അത്ഫിൻ്റേതാണ്. സിം എന്നുള്ളതാണ് കൽപ്പനക്രിയ. വസിം നീ അടയാളം വെക്കുകയും ചെയ്തോ. എന്തുകൊണ്ട്? നൂന് കൊണ്ട്. ആർക്ക്? ഫിഅ്ൽ അൽ അംറ് ഫിഅ്ലിനെ. അംറ് ഫിഅ്ലിനെ തിരിച്ചറിയാൻ നീ നൂന് കൊണ്ട് അടയാളം വെച്ചോ എന്നാണ്. ഏതാണ് ഈ നൂൻ? ആ നൂന് നമ്മൾ പഠിച്ച നൂനാണ്. ഉണ്ട്. ഇവിടെ അലിഫ്ലാം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടുത്തെ അലിഫ്ലാമും. നൂൻ എന്നുള്ളിടത്തുള്ള അൽ എന്നുള്ളത് മുൻ പറയപ്പെട്ട ഒരു നൂനിലേക്കുള്ള സൂചകമാണ്. ലിൽ അഹദി ദിക്രി എന്ന് പറയും. അത് നമ്മൾ ഫിഅ്ലിൻ്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ, ബിത ഫഅൽത വഅതത് വയഫ്അലി വനൂനി അഖ്ബിലന്ന ഫിഅ്ലു യൻജലി. വനൂനി അഖ്ബിലന്ന നീ വരിക തന്നെ വേണം എന്ന് പറഞ്ഞിടത്തുള്ള നൂൻ. ആ നൂന് കൊണ്ട്, ആ നൂൻ ഏതാണ്? നമ്മൾ അവിടെ പറഞ്ഞത് തൗക്കീദിൻ്റെ നൂനാണ്. തൗക്കീദിൻ്റെ നൂനാണ്. അഖ്ബിലന്ന നീ വരിക തന്നെ വേണം. ആ വരിക തന്നെ എന്നുള്ള ബലം കൊടുത്തത് ആരാണ്? അവിടെ വന്ന ആ നൂനാണ്. അതാണ് നൂന് തൗക്കീദിൻ്റെ നൂന്.
ആ നൂന് രണ്ട് നിലക്കുണ്ട് നമ്മൾ പറഞ്ഞു. സഖീലത്തിൻ്റെ നൂനുണ്ട്, ഖഫീഫത്തിൻ്റെ നൂനുണ്ട്. അഖ്ബിലന്ന എന്നും പറയും, അഖ്ബിലൻ എന്നും പറയും. രണ്ടും തൗക്കീദ് ബലപ്പെടുത്താനാണ്, വരിക തന്നെ വേണമെന്നാണ് രണ്ടിൻ്റെയും അർത്ഥം. അപ്പോൾ തൗക്കീദിൻ്റെ സഖീലത്തിൻ്റെ നൂന്, ഖഫീഫത്തിൻ്റെ നൂന്, ആ നൂനുകൾ കൊണ്ട് ഫിഅലുൽ അംർ, അംറിൻ്റെ ഫിഅലിന് സിം നീ അടയാളം വെച്ചോ എന്ന് പറഞ്ഞാൽ മാദിയായ ഫിഅലിൽ നിന്നും മുദാരിയായ ഫിഅലിൽ നിന്നും അംർ ഫിഅലിനെ തിരിച്ചറിയാൻ നൂനു തൗക്കീദ്, തൗക്കീദിൻ്റെ നൂന് നീ അടയാളം വെച്ചോ എന്നാണ്. നൂന് തൗക്കീദ് മാത്രം പോരാ അംറിനെ തിരിച്ചറിയാൻ അടയാളമായിട്ട്. നൂന് തൗക്കീദ് മാത്രം പോരാ, പിന്നെയോ ഇൻ അംറും ഫുഹിം. ഇൻ അംറും ഫുഹിം എന്ന് പറഞ്ഞാൽ ഇൻ ഫുഹിമ അംറുൻ, അംറ് മനസ്സിലാക്കപ്പെടുന്നുവെങ്കിൽ, അതായത് ഒരു കലിമത്തിൽ അത് നൂന് തൗക്കീദിനെ സ്വീകരിക്കുന്നുണ്ട്, ഒപ്പം അത് അംറിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്, കൽപ്പനയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പദത്തിൽ നിന്ന് അംറ് ഗ്രഹിക്കപ്പെടുകയും ചെയ്യുകയാണ് എങ്കിലാണ് അതെന്താകുക, ഫിഅലുൽ അംറാകുക. അത് ഇവിടെ ബോധപൂർവം ഉള്ള ഒരു അനുബന്ധമാണ്. അപ്പോൾ ഫിഅലുൽ അംറിനെ തിരിച്ചറിയാൻ രണ്ടടയാളുണ്ട്. ഒന്ന് നൂന് തൗക്കീദ്, അത് ഫിഅലുൽ അംറിൽ സ്വീകരിക്കണം, ഫിഅലുൽ അംർ സ്വീകരിക്കണം. ഫിഅലുൽ അംറിനെ ചേർന്ന് നൂന് തൗക്കീദ് വരണം. ഒപ്പം ഈ ഫിഅല് അത് കൽപ്പനക്രിയയാണ് എന്നുള്ളത് മനസ്സിലാക്കപ്പെടുകയും വേണം, കൽപ്പനക്രിയയാണ് എന്നുള്ളത് മനസ്സിലാക്കപ്പെടുകയും വേണം. അപ്പോൾ ഒരു പദം നമ്മൾ എഴുതി, ഇദ്രിബ്, ഇദ്രിബ്, മനസ്സിലല്ലേ? ഇത് നൂന് തൗക്കീദിനെ സ്വീകരിക്കുമോ? ഇത് നൂന് തൗക്കീദിനെ സ്വീകരിക്കും. ഇദ്രിബന്ന ഉണ്ടോ? ഇദ്രിബന്ന നൂന് തൗക്കീദിനെ ഇത് സ്വീകരിക്കും, മനസ്സിലല്ലേ? ഈ നൂന തൗക്കീദിനെ ഇത് സ്വീകരിക്കുമോ എന്ന് മാത്രമല്ല അടയാളം, പിന്നെന്താ? ഇൻ അംറും ഫുഹിം, അംർ അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുകയും വേണം. അപ്പോൾ ഇദ്രിബന്ന, നീ അടിക്കുക തന്നെ വേണം. അപ്പോൾ കൽപ്പനയാണ്. അപ്പോൾ അംർ മനസ്സിലാക്കപ്പെടുന്നുണ്ട്, നൂന് തൗക്കീദിനെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് അടയാളങ്ങൾ കൊണ്ട് ഇത് ഫിഅലുൽ അംറാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ഇത് മാദിയായ ഫിഅലല്ല, മുദാരിയായ ഫിഅലും അല്ല, ഇത് അംർ ഫിഅലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നൂന് തൗക്കീദ് സ്വീകരിക്കുന്ന മറ്റൊരു പദം, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ നൂന് തൗക്കീദിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു പദം പറഞ്ഞിരുന്നു, ല യുസ്ജനന്ന, യുസ്ജനന്ന എന്ന്. യുസ്ജനന്ന, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയം പറഞ്ഞല്ലേ, അവൻ സിജിൽ ജയിലിൽ അടക്കപ്പെടും. ല യുസ്ജനന്ന എന്നാണ്. യുസ്ജനൻ എന്ന് പറഞ്ഞാൽ ജയിലിൽ അടക്കപ്പെടും, അടക്കപ്പെടുക തന്നെ വേണമെന്നാണ്. ഇവിടെ ഇത് നൂന് തൗക്കീദിനെ സ്വീകരിച്ചു. യുസ്ജനു എന്നുള്ള ഈ അറബി കലിമത്ത് പദം നൂന് തൗക്കീദിനെ സ്വീകരിച്ചു. അപ്പോൾ അത് അംർ ഫിഅലാന്ന് പറയാൻ പറ്റുമോ? പറയണമെങ്കിൽ ഒരു കാര്യം കൂടി നോക്കണം. അതെന്താ? ഇൻ അംറും ഫുഹിം, അംർ ഇതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് നോക്കണം. അപ്പോൾ യുസ്ജനു എന്ന് പറഞ്ഞാൽ ജയിലിൽ അടക്കപ്പെടും. ജയിലിൽ അടക്കപ്പെടും എന്നുള്ളത് എന്താണ്? വർത്തമാന ഭാവി കാലക്രിയയാണ്. അപ്പോൾ അംർ മനസ്സിലാക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നൂന് തൗക്കീദിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഫിഅലുൽ അംറല്ല. കാരണം നൂന് തൗക്കീദിനെ സ്വീകരിക്കുക എന്നുള്ള ഒരടയാളം മാത്രമല്ല, പിന്നെയോ അംർ അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നുള്ളത് രണ്ടാമത്തെ അടയാളം. ഈ അടയാളവും കൂടിയാലാണ് അംർ ഫിഅലാകുക. അപ്പോൾ ഇവിടെ യുസ്ജനന്ന എന്നുള്ളത് ഒരിക്കലും അംർ ഫിഅലല്ല, അത് നൂന് തൗക്കീദിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ശരി. കാരണം എന്തുകൊണ്ട്? അംർ അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുകൂടി പറയുകയാണ്, വമാദിയൽ അഫ്ആലി, ഫിഅലുകളിൽ നിന്ന് മാദിയായവയെ ബിത്ത, താ കൊണ്ട്, മിസ് നീ വേർതിരിച്ചോ, വസിം നീ അടയാളം വെച്ചോ, ബിന്നൂൻ നൂന് തൗക്കീദ് കൊണ്ട്, ഫിഅലൽ അംരി അംറിൻ്റെ ഫിഅലിന്, ഇൻ അംറും ഫുഹിം അതിൽ നിന്ന് അംർ മനസ്സിലാക്കപ്പെടുന്നുവെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഫിഅലുകൾ 3 തരത്തിലാണ്. ഭാവി കാലക്രിയയുണ്ട്,
മുതാരിയായ ഫെയിൽ, വർത്തമാന ഭാവി കാലക്രിയ, ഭൂതകാലക്രിയയുണ്ട് മാദിയായ ഫെയിൽ, കൽപ്പനക്രിയയുണ്ട് അംറു ഫെയിൽ. ഇവ എങ്ങനെ അന്യോന്യം തിരിച്ചറിയാം? അതിനുള്ള അടയാളമാണ് ഗ്രന്ഥകാരൻ ഫെയിലുൻ മുതാരിഉൻ യലീലം കയശും എന്നുള്ളതിൽ പറഞ്ഞത്. ഒമാദിയൽ അഫ്ആലി ബിത്തമിസ് എന്നതിൽ മാദിയായ ഫെയിലിനെ തിരിച്ചറിയാനുള്ള അടയാളമാണ് പറഞ്ഞത്. വസിം ബിൻ നൂനി ഫെയിലൽ അംരി ഇൻ അംറു ഫുഹിം എന്നത് അംറു ഫെയിൽ കൽപ്പനക്രിയയെ തിരിച്ചറിയാനുള്ള അടയാളത്തെയാണ് പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാ ഗ്രന്ഥകാരൻ തുടർന്ന് ഇതോടനുബന്ധിച്ച് മറ്റൊരു വിഷയം പറയുകയാണ്. അത് ഇസ്മു ഫെയിലിനെ കുറിച്ചാണ്. ചില പദങ്ങൾ അവക്ക് കർമ്മങ്ങളുടെ അർത്ഥമാണ്. പക്ഷേ ഈ കർമ്മങ്ങളുടെ അർത്ഥമുള്ള പദങ്ങൾ കർമ്മങ്ങൾക്ക് പറയപ്പെട്ട അടയാളങ്ങൾ സ്വീകരിക്കുന്നില്ല. ചിലതിന് ഭൂതകാലക്രിയയുടെ അർത്ഥമാണ്, പക്ഷേ ഭൂതകാലക്രിയക്ക് പറയപ്പെട്ട അടയാളം അത് സ്വീകരിക്കില്ല. ചിലതിന് കൽപ്പനക്രിയയുടെ അർത്ഥമാണ്, പക്ഷേ കൽപ്പനക്രിയയുടെ അടയാളം അത് സ്വീകരിക്കില്ല. ചിലതിന് മുതാരിയ വർത്തമാന ഭാവി കാലക്രിയയുടെ അടയാളമാണ്, പക്ഷേ അർത്ഥമാണ്, പക്ഷെ അതിൻ്റെ അടയാളം അത് സ്വീകരിക്കില്ല. അപ്പോൾ അതൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഗ്രന്ഥകാരൻ ഇനി നമുക്ക് തുടർന്ന് പറയുന്നത് ആ ഒരു വിഷയമാണ്. നമുക്ക് തുടർന്ന് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.